ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. അമ്മേ ശരണം. അഥ അഷ്ടാവിംശതിതമോऽധ്യായ. ശ്രീഭഗവാനുവാച. പരസ്വഭാവകർമാണി ന പ്രശംസേന്ന ഗർഹയേൻ വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. പരസ്വഭാവകർമാണി യപ്രശംസതി നിന്ദതി സ ആശുഭ്രശ്യതേ സ്വാർത്ഥാദസത്യഭിനിവേശത. തൈജസേ നിദ്രയാപന്നേ പിണ്ഡസ്ഥോ നഷ്ടചേതനാ മായാം പ്രാപ്നോതി മൃത്യും വാ തദ്വന്നാനാർത്ഥദൃക്പുമാൻ. കിം ഭദ്രം കിമഭദ്രം വാ ദ്വൈതസ്യ വസ്തുന കിയൽ വാചോദിതം തദനൃതം മനസാധ്യാതമേവ ച. ഛായാ പ്രത്യാഹ്വയാ ഭാസാ ഹ്യസന്തോപ്യർത്ഥകാരിണാ ഏവം ദേഹാദയോ ഭാവാ യച്ഛന്ത്യാ മൃത്യുദോ ഭയം. ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭോ ത്രായതേ ത്രാതി വിശ്വാത്മാ ഹ്രിയതേ ഹരതീശ്വര. തസ്മാന്ന ഹ്യാത്മനോന്യസ്മാദന്യോ ഭാവോ നിരൂപിതാ നിരൂപിതേയം ത്രിവിധാ നിർമൂലാഭാതിരാത്മനി. ഇദം ഗുണമയം വിദ്ധി ത്രിവിധം മായയാ കൃതം ഏതദ്വിദ്വാൻ മധുദിതം ജ്ഞാനവിജ്ഞാനനൈപുണം ന നിന്ദതി ന ജസ്തൗതി ലോകേ ചരതി സൂര്യവത്. പ്രത്യക്ഷേണാനുമാനേന നിഗമേനാത്മസംവിദാ ആദ്യന്തവദസജ്ഞാത്വാ നിസ്സംഗോ വിചരേദിഹ. ഉദ്ധവ ഉവാച. നൈവാത്മനോ ന ദേഹസ്യ സംസൃതിർദ്രഷ്ടൃദൃശ്യയോ അനാത്മസ്വദൃശോരീശ കസ്യ സ്യാദുപലഭ്യതേ. ആത്മാവ്യയോ ഗുണശുദ്ധ സ്വയം ജ്യോതിരനാവൃതാം അഗ്നിവദ്ദാരുവദ ദേഹ കസ്യേഹ സംസൃതി. ശ്രീഭഗവാനുവാച. യാവദ്ദേഹേന്ദ്രിയപ്രാണൈരാത്മനഃ സന്നികർഷണം സംസാരഫലവാംസ്താവദപാർത്ഥോപ്യവിവേകിനാം. അർത്ഥേ ഹ്യവിദ്യമാനേഭി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. യഥാ ഹ്യപ്രതിബുദ്ധസ്യ പ്രസ്വാഭോ ബഹ്വനർത്ഥഭൃത് സ ഏവ പ്രതിബുദ്ധസ്യ ന വൈ മോഹായ കൽപ്പതേ. ശോകഹർഷഭയക്രോധലോഭമോഹസ്പൃഹാദയാ അഹങ്കാരസ്യ ദൃശ്യന്തേ ജന്മമൃത്യുശ്ച നാത്മനാം. ദേഹേന്ദ്രിയപ്രാണമനോഭിമാനോ ജീവോന്തരാത്മാ ഗുണകർമ്മമൂർത്തി സൂത്രം മഹാനിത്യുരുധേവ ഗീത സംസാര ആധാവതി കാലതന്ത്ര. അമൂലമേതദ്ബഹുരൂപരൂപിതം മനോവച പ്രാണശരീരകർമ്മ ജ്ഞാനാസിനോപാസനയാശിതേന ചിത്വാ മുനിർഗാം വിചരത്യതൃഷ്ണ. ജ്ഞാനം വിവേകോ നിഗമസ്തപശ്ച പ്രത്യക്ഷമൈതിഹ്യമധാനുമാനം ആദ്യന്തയോരസ്യ യദേവ കേവലം കാലശ്ച ഹേതുശ്ച തദേവ മധ്യേ. യഥാ ഹിരണ്യം സുകൃതം പുരസ്താൻ പശ്ചാച്ച സർവസ്യ ഹിരണ്മയസ്യ തദേവ മധ്യേ വ്യവഹാര്യമാണം നാനാവദേശൈരഹമസ്യ തദ്വദ്. വിജ്ഞാനമേതത്രിയവസ്ഥമംഗ ഗുണത്രയം കാരണകാര്യകർതൃ സമന്വയേന വ്യതിരേകതശ്ച യേനൈവ തുര്യേണ തദേവ സത്യം. നയത്പുരസ്താദുദയന്ന പശ്ചാന്മധ്യേ ച തന്നദ്വ്യപദേശമാത്രം ഭൂതം പ്രസിദ്ധം ച പരേണ യദ്യൽ തദേവ തൽസ്യാദിതി മേ മനീഷ. അവിദ്യമാനോപ്യവഭാസദേയോ വൈകാരികോ രാജസസർഗ ഏഷ ബ്രഹ്മസ്വയം ജ്യോതിരതോ വിഭാതി ബ്രഹ്മേന്ദ്രിയാർത്ഥാത്മവികാരചിത്രം. ഏവം സ്ഫുടം ബ്രഹ്മവിവേകഹേതുഭിः പരാപവാദേന വിശാരദേന
ചിത്വാത്മസന്ദേഹമുപാരമേത സ്വാനന്ദതുഷ്ടോഖിലകാമുകേഭ്യ നാത്മാവഭൂപാർത്ഥിവമിന്ദ്രിയാണി ദേവാഹ്യസുർവായുജലം ഹുദാശ മനോന്നമാത്രം ധിഷണാജ സത്വമഹങ്കൃതിഖം ക്ഷിതിരർത്ഥസാമ്യം സമാഹിതൈകകരണൈർഗുണാത്മഭിർഗുണോ ഭവേന്മൽ സുവിവിക്തധാംന വിക്ഷിപ്യമാണേരുതകിം नु दूषणं घनैरुपेदैर्विगदैरवेकिं यथा नभो वायुनलाम्बुभो गुणैर्गदागदैर्वर्तुगुणैर्न सज्जते तथाक्षरं सत्त्वरजस्तमो मलैरहं मदे संसृतिहेतुभिः परं तथापि सङ्गपरिवर्जनीयो गुणेषु मायारचितेषु तावत् मद्भक्तियोगेन दृढेन यावल् रजो निरस्येदमनकषाय यथा मयो साधु चिकित्सितो नृणां पुनः पुनः संतुदति प्ररोहन् एवं मनोपक्वकषाय कर्म कुयोगिनं विद्यति सर्वसङ्गम् कुयोगिनो ये विहितान्तरायैर्मनुष्यभूते स्त्रिदशोपसृष्टै ते प्राक्तनाभ्यासबलेन भूयो युञ्जन्ति योगं न तु कर्मतन्त्रं करोति कर्म क्रियते च जन्तो केनाप्यसौ चोदित आनिपादान् न तत्र विद्वान् प्रकृतौ स्थितोऽपि निवृत्ततृष्ण स्वसुखानुभूत्या तिष्ठन्तमासीनमुदं व्रजन्तं शयानमुक्षन्तमदन्तमन्नं स्वभावमन्यल् किमपीहमानमात्मानमात्मस्थमतिर्न वेद यदि स्म पश्यत्यसदिन्द्रियार्थं नानानुमानेन विरुद्धमन्यल् न मन्यते वस्तुतया मनीषी स्वाप्नं यदोत्थाय तिरोदधानं पूर्वं गृहीतं गुणकर्मचित्रमज्ञानमात्मन्यविविक्तमङ्ग निवर्तते तल्पुनरीक्षयैव न गृह्यते नापि विसृज्य आत्मा यथा हि भानोरुदयो नृचक्षुषां तमो निहन्यान्न तु सद्विधत्ते एवं समीक्षा निपुणा सती मे हन्यात्तमिस्रं पुरुषस्य बुद्धे एष स्वयं ज्योतिरजो प्रमेयो महानुभूति सकलानुभूति एकोऽद्वितीयो वचसां विरामे येनेषिता वागसवश्चरन्ति एतावानात्मसम्मोहो यद्विकल्पस्तु केवले आत्मनृते स्वमात्मानमवलम्बो न यस्य हि यन्नामाकृतिभिर्ग्राह्यं पञ्चवर्णमबाधितं व्यर्थेनाप्यर्थवादोऽयं द्वयं पण्डितमानिनां योगिनोपक्वयोगस्य युञ्जत काय उत्थिते उपसर्गैर्विहन्येदा तत्रायं विहितो विधि योगधारणया कांश्चिदासनैर्धारणान्विते तपोमन्त्रौषधै कांश्चिदुपसर्गान् विनिर्दहेन् कांश्चिन्ममानुध्यानेन नामसङ्कीर्तनादिभिः योगेश्वरानुवृत्त्या वा हन्यादशुभदांशने केचिद्देहमिमं धीरा सुकल्पं वयसि स्थिरं विधाय विविधोपायैरथ युञ्जन्ति सिद्धये नैतल्कुशलाधृत्यं तदायासो ह्यपार्थका अन्तवत्वात् शरीरस्य फलस्येव वनस्पते योगं निषेवदो नित्यं कायश्चिल् कल्पदामियान् तच्छ्रद्धध्यान्नमदिमान् योगमुत्सृज्य मत्परां योगचर्यामिमां योगी विचरन् मदपाश्रया नान्तरायैर्विहन्येदा निःस्पृह स्वसुखानुभो इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् 11 अष्टाविंशतितमोऽध्याय सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द हरि ओम ഓം നമോ ഭഗവതേ വാസുദേവായ. 11 സ്കന്ധം അധ്യായം 28 ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനെ യോഗേശ്വരായ യോഗായ ത്വാമഹം ശരണം ഗതഃ. വ്യത്യസ്തപാദമവതംസിതബർഹിബർഹം സാജീകൃതാനനനിവേശിതവേണുനാളം
തേജപ്പരം പരമകാരുണീകം പുരസ്താദ് പ്രാണപ്രയാണ സമയേ മമ സന്നിധത്താം. ഹരേ ഗുരുവായൂരപ്പാ ശരണം. 27-ാം അധ്യായത്തിൽ നാം കേട്ടത് സന്തോഷവും മനസമാധാനവും നൽകുന്ന ക്രിയായോഗത്തെക്കുറിച്ചാണ്. ഇനി 28-ാം അധ്യായത്തിൽ ശ്രീ ഭഗവാൻ ജ്ഞാനയോഗത്തിൻ്റെ ചുരുങ്ങിയ സാരം പറയുന്നു. അന്യരുടെ കർമ്മങ്ങളെ അത് മൃദുവായാലും ക്രൂരമായാലും പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. അവ മായാകാര്യങ്ങളാകയാൽ മിഥ്യയാവുന്നു. സർവദേഹത്തിലും അഭേദമായി നിവസിക്കുന്ന ആത്മാവിലാകണം എപ്പോഴും ശ്രദ്ധ. അല്ലാത്തപക്ഷം സ്വരൂപനിഷ്ഠയിൽ നിന്ന് മാറിപ്പോകും. ജാഗ്രതാവസ്ഥയിലായിരിക്കുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു, ഗാഠനിദ്രയിൽ പ്രവർത്തിക്കുന്നില്ല. ജാഗ്രതാവസ്ഥയിലെ കാര്യങ്ങൾ സ്വപ്നത്തിൽ സത്യമായി തോന്നുന്നില്ല. സ്വപ്നത്തിൽ സത്യമായി കാണുന്നത് ഉണർന്നാൽ സത്യമായി കാണുന്നില്ല. ജാഗ്രതാവസ്ഥ, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളിൽ അനുഭവിക്കുന്നതെല്ലാം രാത്രിയിൽ കയറ് കണ്ട് പാമ്പാണെന്ന് ധരിക്കുന്നത് പോലെയാണ്. പ്രകാശം ലഭിക്കുമ്പോൾ തെറ്റായ ധാരണ മാറി കയറാണ് എന്ന് മനസ്സിലാകുന്നു. ഇതുപോലെ ജ്ഞാനപ്രകാശം ലഭിക്കുമ്പോൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയിലെ അനുഭവങ്ങൾ മിഥ്യയെന്നും പ്രപഞ്ചം അനിത്യമെന്നും തിരിച്ചറിയുകയും അതിലുള്ള ആസക്തി കുറയുകയും ചെയ്യുന്നു. ഏകമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് വേറിട്ടൊന്നുമില്ലാത്തതിനാൽ സ്തുതി നിന്ദകൾക്ക് കാരണമില്ല. എല്ലാമായി ഭവിക്കാനും എല്ലാത്തിനെയും നിയമിക്കാനും സമർത്ഥമായ ഏകാത്മാവ് തന്നെയാണ് ഈ ലോകമായി ഭവിച്ചിരിക്കുന്നത്. സൃഷ്ടിക്കാനുള്ള പദാർത്ഥവും സൃഷ്ടികർത്താവും ജീവരാശികളും രക്ഷകനായ ഈശ്വരനും എല്ലാത്തിനെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതും ഒരേ ആത്മാവ് തന്നെ. കർത്താവായും കർമ്മമായും ഭവിച്ചിരിക്കുന്നത് ആത്മാവാണ്. അതായത് നിമിത്ത കാരണവും ഉപാദാന കാരണവും ആത്മാവ് തന്നെ. ആത്മാവ് നിത്യസത്യമാണ്. ദേഹം, ഇന്ദ്രിയം, അന്ധക്കരണം, അധ്യാത്മം, അധിഭൂതം, അധിദൈവം എന്നിങ്ങനെയുള്ള പ്രതീതി അവിദ്യയാൽ കൽപ്പിക്കപ്പെടുന്നതാകുന്നു. ആത്മാവിനെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് അവിദ്യ. സത്വരജസ് തമോ ഗുണങ്ങൾ ഭേദപ്രതീതിയാകുന്നു. ഇതിനെ അജ്ഞാനം, ഭ്രാന്തിജ്ഞാനം എന്നൊക്കെ പറയപ്പെടുന്നു. ജ്ഞാനത്തിൻ്റെ യഥാർത്ഥാനുഭവമുള്ളവൻ പരസ്വഭാവത്തിൽ നിന്ദാസ്തുതി ഭേദങ്ങളില്ലാതെ എല്ലാത്തിലും സ്വഭാവത്തോടെ സൂര്യനെപ്പോലെ ലോകത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യപ്രകാശ സാന്നിധ്യത്താൽ പ്രാണിവർഗം നടത്തുന്ന കർമ്മങ്ങളുടെ ഗുണദോഷ ഭാവങ്ങൾക്ക് സൂര്യൻ ഉത്തരവാദി അല്ലാത്തതുപോലെ ലോകദൃഷ്ട്യാ കാണപ്പെടുന്ന ഗുണദോഷങ്ങൾ ജ്ഞാനിയെ ബാധിക്കുന്നില്ല. ആദിയും അന്തവുമുള്ളതെല്ലാം അസത്താണ് എന്ന് പ്രത്യക്ഷം, അനുമാനം, ശാബ്ദം, സ്വരൂപജ്ഞാനം എന്നീ 4 വിധ പ്രമാണങ്ങൾ കൊണ്ടറിയാം. അതിനാൽ ആത്മഭിന്നം കൊണ്ട് ഈ ലോകത്തിൽ നിലനിൽപ്പില്ല എന്നറിഞ്ഞ് ലൗകിക സുഖാസക്തി വെടിഞ്ഞ് ഈ ലോകത്ത് ജീവിക്കണം. ഉണ്ടായതൊക്കെ നശിക്കും. കർമ്മത്താൽ സമ്പാദിക്കപ്പെട്ട ധനധാന്യാദി സമസ്തവും നശിച്ചു പോകുന്നത് പോലെ പുണ്യകർമ്മത്താൽ സമ്പാദിക്കപ്പെടുന്ന സ്വർഗലോക സുഖവും ക്ഷയിച്ച് ഇല്ലാതെയാകും എന്നറിയുന്നതാണ് അനുമാനം. ഈ കാണുന്ന സർവവും ബ്രഹ്മമാണ്. നാമരൂപങ്ങൾ മിഥ്യയാണ്. മൺകുടത്തിൻ്റെ ആകൃതിയും കുടമെന്ന നാമവും മിഥ്യയും മണ്ണു മാത്രം സത്യവും. അതുപോലെ മനുഷ്യൻ, പക്ഷിമൃഗാദികൾ, ദേവൻ ഇത്യാദി നാമരൂപങ്ങൾ അസത്യവും അവയിലെല്ലാം അഭേദമായി വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം മാത്രം സത്യവുമാണ് എന്നറിയിക്കുന്ന വേദവാക്യമാണ് ശാബ്ദപ്രമാണം. ആത്മാവല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ലെന്ന് സുഷുപ്തിയിലൂടെ അജ്ഞാനികൾ മനസ്സിലാക്കുമ്പോൾ സമാധിയിൽ ജ്ഞാനികൾ അനുഭവിച്ചറിയുന്നു. ഇങ്ങനെ ശ്രുതിയുക്തി പ്രമാണാനുഭവങ്ങളാൽ ജഗത്ത് അനിത്യമെന്നുറച്ച് അതിലുള്ള ആസക്തി വെടിഞ്ഞ് ലോകാനുഗ്രഹത്തിനായി ജ്ഞാനികൾ പലയിടത്തും സഞ്ചരിക്കുന്നു. മഹാജ്ഞാനിയായ ഉദ്ധവർ അജ്ഞാനികളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാനോട് ചോദിച്ചു, ഹേ ഭഗവൻ, ആത്മാവ്
സ്വപ്രകാശസ്വരൂപനും സുഖദുഃഖാദികൾ ബാധിക്കാത്തതും എല്ലാത്തിനും സാക്ഷിയുമാണ്. ആത്മാവിന് സംസാരസാഗരമില്ല. ദേഹം ജഡവും ആത്മാവിൻ്റെ ശക്തിയാൽ മാത്രം വിളങ്ങുന്നതും സുഖദുഃഖാദികൾ സമ്പാദിക്കാനോ അനുഭവിക്കാനോ സാമർഥ്യമില്ലാത്തതുമാണ്. അതിനാൽ ദേഹത്തിനും സംസാരമില്ല. പിന്നെ ആർക്കാണുള്ളത്? സുഖദുഃഖാനുഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതായി കാണപ്പെടുന്നുണ്ടല്ലോ. ജനനം, വളർച്ച, ജര, മരണം എന്നീ വികാരങ്ങളോ സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേർച്ചയോ അതുകൊണ്ടുണ്ടാകുന്ന പുണ്യപാപ കർമ്മസംബന്ധമോ ഇല്ലാത്തതിനാൽ ആത്മാവ് നിർമ്മലവും സ്വയം പ്രകാശിക്കുന്നതുമാകയാൽ ആത്മാവിനെ യാതൊന്നിനും മറയ്ക്കാനും കഴിയുന്നില്ല. ശരീരം മരം പോലെ ചേഷ്ടിക്കാനോ അറിയാനോ കഴിയാത്ത ജഡമാകുന്നു. ഈ സ്ഥിതിക്ക് ജനന മരണ ദുഃഖാദി ബന്ധം ആർക്കാണുള്ളത്? ഭഗവാൻ ഉദ്ധവന് മറുപടി കൊടുക്കുന്നു. ദേഹാദിഭാവങ്ങളെയും ആത്മാവിനെയും വേർതിരിച്ചറിയാത്തതിനാലാണ് സംസാര ദുഃഖ സുഖബന്ധം ഉണ്ടെന്ന് തോന്നുന്നത്. ദേഹേന്ദ്രിയാദികളോട് സ്വപ്രകാശസ്വരൂപനായ ആത്മാവിന് ബന്ധമില്ലെന്നറിയണം. ത്രികാലങ്ങളിലും അജ്ഞാനബന്ധമില്ല. അതിനാൽ സംസാരബന്ധനമില്ല. ജഡമായ ശരീരത്തിന് ബോധവുമില്ല. അതിനാൽ സംസാരമില്ലാത്തത് തന്നെയാകുന്നു. അനാദിയായ വാസനാബലത്താൽ ശരീരത്തിൽ ആത്മാഭിമാനം നിലനിൽക്കുകയും അവിവേവികൾക്ക് സംസാരം ഉണ്ടെന്നുള്ളതുപോലെ തോന്നുകയും ചെയ്യുന്നു. ദേഹാത്മഭാവം നിമിത്തം ഞാൻ, എൻ്റേത്, നീ, നിൻ്റേത് എന്നിങ്ങനെ ഭേദഭാവം ഉണ്ടാകുന്നു. അപ്പോൾ സുഖദുഃഖരൂപമായ സംസാരം ഉള്ളതായി തോന്നുന്നു. ഇതാണ് ബന്ധഹേതു. സ്വപ്നത്തിൽ നാം ഇല്ലാത്ത പലതും കാണും. ഉണർന്നാൽ അവ കാണാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ അകപ്പെട്ട ജീവന് ഇല്ലാത്ത പദാർത്ഥം മൂലം സുഖദുഃഖാനുഭവം തത്കാലമുണ്ടായി എന്നു മാത്രം. ദേഹാദികളിൽ ആത്മാവെന്നുള്ള തെറ്റായ ധാരണയ്ക്ക് അഹങ്കാരമെന്നു പറയുന്നു. സുഷുപ്തിയിൽ സാധാരണക്കാരനും സമാധിയിൽ യോഗികളും ആത്മാവിൽ നിന്ന് ഭിന്നമായി ഒന്നും കാണുന്നില്ല. അതിനാൽ അപ്പോൾ സുഖദുഃഖാനുഭവവുമില്ല. ഭ്രമം നിമിത്തം തൽക്കാലം ഉണ്ടെന്ന് തോന്നുന്നതും ജ്ഞാനലബ്ധിയിൽ നശിക്കുന്നതുമാണ് സംസാര വൃക്ഷം. ഇതിന് അടിബലമില്ല. മുകളിൽ ധാരാളം പടർപ്പുമുണ്ട്. മനസ്സ്, വാക്ക്, പ്രാണൻ, ശരീരം ഇവയാൽ നടത്തുന്ന വിവിധ കർമ്മങ്ങൾ. അഹങ്കാരസ്വരൂപമായ ഈ സംസാരവൃക്ഷത്തെ ഗുരുഭക്തി, ഈശ്വരസേവ എന്നിവ കൊണ്ട് മുറിച്ചുമാറ്റാം. സത്വഗുണ കാര്യഭൂതങ്ങളായ ദേവതകളും രജോഗുണ കാര്യഭൂതങ്ങളായ ഇന്ദ്രിയങ്ങളും തമോ ഗുണ കാര്യഭൂതങ്ങളായ പഞ്ചഭൂതങ്ങളും കൂടിച്ചേർന്ന് നാനാവിധമായി കാണപ്പെടുന്ന ഈ ജഗത്ത് ബ്രഹ്മം തന്നെയാവുന്നു. ബ്രഹ്മത്തെ പദാർത്ഥത്തിൽ നിന്നും വേർതിരിച്ചറിയുന്നതിന് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ, ജഡവസ്തുക്കളെ ചൈതന്യത്തിൽ നിന്നും തള്ളിക്കളയാൻ ഉപകരിക്കുന്ന ഉപായങ്ങൾ എന്നിവയൊക്കെ നിപുണനായ ഗുരുവിൽ നിന്നും മനസ്സിലാക്കി ബ്രഹ്മസ്വരൂപത്തെ അറിയണം. അപ്പോൾ ആത്മാവിനെയും ബ്രഹ്മത്തെക്കുറിച്ചും ദേഹത്തെ കൂടാതെ ആത്മാവുണ്ടോ എന്നും തുടങ്ങിയതുമായ എല്ലാ സംശയവും മാറിക്കിട്ടും. ആത്മാവല്ലാതെയുള്ള ദേഹാദികളെ നിരസിച്ച് ആത്മജ്ഞാനം നേടാം. ശരീരം ഭൂമിയുടെ അംശവും ഇന്ദ്രിയങ്ങൾ രജോഗുണ വികാരങ്ങളും അധിഷ്ഠാന ദേവതകൾ സത്വഗുണ കാര്യങ്ങളും പ്രാണൻ രജോവികാരവും അഗ്നി, ജലം, ആകാശം, വായു, ഭൂമി ഇവ തമോ ഗുണ കാര്യങ്ങളുമാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവയെല്ലാം സത്വഗുണാംശങ്ങൾ. അതിനാൽ ദേഹാദികൾ ആത്മാവല്ല. ഇവയെ വേർതിരിച്ചറിഞ്ഞ ജീവൻ മുക്തന് ഇന്ദ്രിയാദികളുടെ വ്യാപാരം നിമിത്തമുള്ള ഗുണദോഷങ്ങളോട് സംബന്ധമില്ല. ജീവൻ മുക്തൻ ഭഗവാനിൽ തന്നെ ഉറച്ചവനും സ്വയമേ സന്തുഷ്ടനുമാകുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയാസക്തമാകും. എന്നാൽ സ്വപ്നവസ്തുക്കൾ ഇല്ലാത്തതാണെന്നറിഞ്ഞ് തള്ളുന്നതുപോലെ
യോഗി സുഖദുഃഖാദികളിൽ മനസ്സ് കൊടുക്കുന്നില്ല. ആത്മാവിന് ബന്ധമോക്ഷാവസ്ഥയില്ല. താൻ നിർവകാരിയാണെന്നുള്ള ബോധം യോഗിയിൽ ഉളവാകുന്നു. ആത്മാവിൽ അടിയുറച്ച യോഗി ദേഹത്തിനുണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങളെ അറിയുന്നില്ല. ജ്ഞാനയോഗത്തെ പരിശീലിക്കുമ്പോൾ ആരോഗ്യം നശിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച ഉദ്ധവരോട് ഭഗവാൻ പറയുന്നു, ചിലവ ധാരണ കൊണ്ട് മാറ്റാം. ശീതജ്വരം സൂര്യധാരണ കൊണ്ടും ഉഷ്ണജ്വരം ചന്ദ്രധാരണ കൊണ്ടും ഗൃഹാചാരം കൊണ്ടുള്ളവ തപസ്, വ്രതം, മന്ത്രം, ജപം ഇവ കൊണ്ടും ചിലത് ഔഷധം കൊണ്ടും മാറ്റാം. എൻ്റെ സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, നമസ്കാരം, ക്ഷേത്രപ്രദക്ഷിണം, ഭക്ഷണാദി വിധികൾ ഇവ രോഗം നശിപ്പിക്കാൻ ഉപകരിക്കും. എന്നാൽ എൻ്റെ ഭക്തന് ഒരു വിഘ്നവും ഉണ്ടാവുകയില്ല. എന്നെ ആശ്രയിക്കുന്ന ഭക്തന് എന്നേക്കാൾ മറ്റൊരു വിഷയസുഖമില്ല. ആശയറ്റ ഭക്തന് ഒരു വിഘ്നവും വരില്ല എന്നിങ്ങനെ ഭഗവാൻ അരുൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് 28-ാം അധ്യായം സമാപിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി.